ഇനി മുതൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി സൂക്ഷിച്ചോളൂ കേട്ടോ. പൈലറ്റിന്റെ കയ്യിൽ ഒരു കയറുണ്ടാവും, പേടിക്കണ്ട. പുള്ളി നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കടുങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇപ്പോൾ എയർലൈൻ കമ്പനികൾക്ക് സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. അൺറൂലി പാസഞ്ചേഴ്സ്, തോന്നിയവാസികൾ, ഫ്ലൈറ്റിൽ അലമ്പുണ്ടാക്കുന്നവരെ കണ്ടാൽ ഒന്നും നോക്കണ്ട, കയറെടുത്ത് ആ സീറ്റിൽ അവിടെ കെട്ടിയിട്ടുള്ള ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഏത് നാട്ടിലാണോ അവിടുത്തെ പോലീസുകാർ വന്നിട്ട് ആ കെട്ടഴിച്ചിട്ട് ഈ പാസഞ്ചറെ കൊണ്ടുപോയിക്കോളും. ഇത് പറയാനുണ്ടായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ മുത്രാശയ മഹാൻ ഉണ്ടല്ലോ, ആള് അവിടുത്തെ ഒരു കമ്പനിയിൽ, വലിയൊരു അമേരിക്കൻ കമ്പനിയിലെ വൈസ് പ്രസിഡന്റ് ആണ്, VVIP ആണ്. അതുകൊണ്ടാണല്ലോ ഒരു തൊട്ടപ്പുറത്തിരിക്കുന്ന പാസഞ്ചറുടെ ദേഹത്താകെ മൂത്രം ഒഴിച്ചിട്ട് പോലും 1.5 മാസം കഴിഞ്ഞ് ഇതൊരു വലിയ ഇഷ്യൂ ആയപ്പോൾ മാത്രമാണ് ആൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ആളിപ്പോൾ അറസ്റ്റിലാണ്. ആളുടെ ജോലി, അമേരിക്കൻ കമ്പനി ആളെ പിരിച്ചുവിട്ടു. ഇങ്ങനത്തെ ആളുകളൊന്നും നമ്മുടെ കമ്പനിയിൽ വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് മാത്രമല്ല, പാരീസിൽ നിന്ന് ഡൽഹിക്ക് വരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റും അതും എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തന്നെയാണ്. അതിന് ഇതുപോലെ തന്നെ മറ്റൊരു മഹാനും നടന്ന് മൂത്രമൊഴിക്കുകയായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു വലിയ ട്രോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിൽ ടോയ്ലറ്റിന് എന്തോ പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് സീറ്റ് കാണുന്ന സമയത്ത് ആളുകൾക്ക് ടോയ്ലറ്റ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇത് രണ്ട് സംഭവം വെച്ചുകൊണ്ട് ഒരു എയർലൈൻ കമ്പനിയെ കളിയാക്കുന്നത് ശരിയല്ല. എന്നാലും സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോള് പറഞ്ഞു എന്ന് മാത്രം. ഇത് എയർ ഇന്ത്യയുടെ കേസിൽ മാത്രമല്ല കേട്ടോ ഈ അൺറൂലി പാസഞ്ചേഴ്സ് ഉള്ളത്. നമ്മളിപ്പോൾ അടുത്ത് കണ്ടതായിരുന്നു തായ്ലൻഡിൽ നിന്നുള്ള ഫ്ലൈറ്റ്. തായ് സ്മൈൽ എന്നാണ് ആ ഫ്ലൈറ്റിന്റെ പേര്. അതിൽ പാസഞ്ചർ, നമ്മൾ ടേക്ക് ഓഫും ലാൻഡിങ്ങും സമയത്ത് ക്യാബിൻ ക്രൂ വന്നിട്ട് നമ്മളോട് പറയും സീറ്റ് അപ്രൈറ്റ് പൊസിഷനിൽ നേരെ വെക്കണം എന്നുള്ളത്. പറയണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന്റെയും ലാൻഡിങ്ങിന്റെയും സമയത്താണ്. അഥവാ അങ്ങനെ വല്ല ആക്സിഡന്റും പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ വലിച്ച് പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സീറ്റ് അപ്രൈറ്റ് പൊസിഷനിൽ വെക്കണം എന്ന് പറഞ്ഞത്. ഈ പാസഞ്ചർ പറഞ്ഞു, ഇന്ത്യക്കാരനാണ്, സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ആൾ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ഫ്ലൈറ്റിൽ നടന്നത് തല്ലുമാലയാണ്. ആ തായ് സ്മൈൽ ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂ പിന്നീട് ഇതുവരെ ഒരു പാസഞ്ചറോടും ചിരിച്ചതായി കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട്. ഇത് മാത്രമല്ല, നമ്മളും ചെയ്യുന്ന കുറേ അൺറൂലി ബിഹേവിയർ ഉണ്ട് ഫ്ലൈറ്റിൽ. വാള് വെക്കുന്നത് പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ അൺറൂലി ബിഹേവിയർ ആണെന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് തീർന്നിട്ടില്ല, പൈലറ്റ് ആ ബ്രേക്ക് മുഴുവനായിട്ട് ചവിട്ടിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ചാടി ഇറങ്ങിയിട്ട് എന്തോ അപകടം സംഭവിച്ച പോലെയാണ് നമ്മൾ പാസഞ്ചേഴ്സ് എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മുടെ ഹാൻഡ് ബാഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് തിരക്കൂട്ടുന്നതും തിക്കിത്തിരക്കും. ഇതെല്ലാം അൺറൂലി ബിഹേവിയറിന്റെ ഭാഗമാണ്. ഒരു കാര്യം ഓർക്കുക, ഫ്ലൈറ്റിൽ കയറെടുത്ത് കെട്ടിയിട്ടതിന്റെ ഫോട്ടോ മറ്റേതെങ്കിലും പാസഞ്ചേഴ്സ് സോഷ്യൽ മീഡിയ ഇട്ട് വൈറലാവുകയാണെന്നുണ്ടെങ്കിൽ ശങ്കർ മിശ്രയുടെ പോലെ മാനക്കേട് ആയിക്കോണമെന്നില്ല, ജോലി പോവും. അതിനേക്കാൾ ഉപരിയായിട്ടുള്ള കുറേ അധികം നിയമ നടപടികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് പൈലറ്റ് കയറെടുക്കണോ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ മര്യാദയ്ക്കിരിക്കുക.